പാടിയിലെ മധുവിന്റെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതി. ഒന്നാം പ്രതി ഹുസൈനെയാണ് കോടതി വെറുതെ വിട്ടത്. 4-11 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. മറ്റു പ്രതികളുടെ അപ്പീൽ തള്ളിയ വിചാരണ കോടതി ഉത്തരവും ശരിവെച്ചിട്ടുണ്ട്. നിലവിൽ ഒന്നാം പ്രതിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് കുറ്റവിമുക്തനാക്കി. 4-11 പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ടത്, ആ വെറുതെ വിട്ട നടപടി ശരിവെച്ചു. 16-ാം പ്രതിയുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് 12:30-ക്ക് അറിയാൻ പറ്റും. ഷബ്ന ചേരുന്ന വിവരങ്ങളുമായി. ഷബ്ന, ഇത് കേരളം മുഴുവൻ നടുങ്ങിയതാണ്. ഒരു വേള ലോക മനസാക്ഷി തന്നെ കേരളത്തിലേക്കൊന്ന് ആധിയോടെ നോക്കിയ ഒരു കേസായിരിക്കും ചിലപ്പോൾ ഈ അട്ടപ്പാടി മധുവിന്റെ കൊലപാതകം എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാം പ്രതിയെ നിലവിൽ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ വിചാരണ കോടതിയുടെ ഇത് ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവരെ വെറുതെ വിടുന്നു? കോടതിക്ക് ബോധ്യപ്പെട്ട ഇയാൾ കുറ്റക്കാരനല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? മറ്റു പ്രതികളുടെ ശിക്ഷ എത്തരത്തിലാണ്? ഇനി 12:30യോടുകൂടിയാണ് അത് അറിയുക എന്ന് പറയുന്നു. അതിൽ ശിക്ഷ വർദ്ധിക്കുമോ കൂട്ടുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ തന്നെ അവർക്ക് 7 വർഷം ശിക്ഷയാണെന്ന് തോന്നുന്നു വിധിച്ചിരിക്കുന്നത്. എന്താണ് നിലവിൽ ഇന്ന് കോടതിയിൽ നടന്ന സംഭവവികാസങ്ങൾ? ശ്യാമിലി, 2018 അട്ടപ്പാടിയിൽ മധുവിനെ ആൾക്കൂട്ടം കൈകൾ ബന്ധിച്ച് ഭക്ഷണം മോഷ്ടിച്ചു എന്ന കാരണത്താൽ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്ന കേസ്. അത് നമുക്കറിയാം, കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേരളത്തിൽ മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഇത്തരത്തിൽ ഒരു ഭക്ഷണം മോഷ്ടിച്ചു എന്ന പേരിൽ ഒരു ആദിവാസി യുവാവിനെ, അതും 27 വയസ്സുള്ള മധു എന്ന ഈ ആദിവാസി യുവാവിനെ കൈകൾ ബന്ധിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്നത്, അതും അത്തരത്തിൽ മർദ്ദിച്ചു എന്നത് മാത്രമല്ല, ആ ചിത്രങ്ങളെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോകളെടുത്ത് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിപ്പിച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യം കൂടി ഈ പ്രതികൾ ചെയ്തു അത് വലിയ തോതിൽ ആക്ഷേപത്തിനിടയാക്കുകയും വലിയ രീതിയിൽ കേരളത്തിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് ആകമാനം ചർച്ചയാകുകയും ചെയ്ത ഒരു കേസ് കൂടിയാണ്. ഈ കേസിൽ 2018 ഈ സംഭവം, ഫെബ്രുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം 2023 ഈ മണ്ണാർക്കാട്ടെ SC/ST കോടതി ഈ കേസിൻ്റെ ശിക്ഷ വിധിക്കുകയാണ്. ശിക്ഷ വിധിക്കുമ്പോൾ ഇതിൽ 16 പ്രതികളാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടു എന്ന് പറയുന്ന ഹുസൈൻ അടക്കമുള്ള 16 പ്രതികൾ. ഈ 16 പ്രതികളിൽ 13 പേരെ കോടതി ശിക്ഷിച്ചിരുന്നു. അതായത് 7 വർഷം തടവും അവർക്ക് പിഴ ശിക്ഷയുമാണ് വിചാരണ കോടതി വിധിച്ചത്. അതിനുശേഷം 3 പ്രതികളെ വെറുതെ വിട്ടു. അതിൽ ഒരാളുടെ ഒഫൻസ്, അതായത് ഈ 16ാം പ്രതിയുടെ ഒഫൻസ് എന്ന് പറയുന്നത് ചെറിയ കുറ്റകൃത്യം, അതായത് എന്തോ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്യുകയോ അങ്ങനെ ചെറിയൊരു കുറ്റകൃത്യം മാത്രമായിരുന്നു 16ാം പ്രതിക്ക് എതിരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 16ാം പ്രതിക്ക് 3 മാസത്തെ തടവ് എന്ന ശിക്ഷ വിധിക്കുകയും അതിനുശേഷം ആ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുകയും അയാൾ അതിൽ നിന്ന് മോചിതനാകുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഹൈക്കോടതി ഈ 16ാം പ്രതിയുടെ കുറ്റം ഉയർത്തിയിട്ടുണ്ട്. ആ മൈനർ ഒഫൻസ് ഉയർത്തിയിട്ടുണ്ട്. അയാളുടെ ശിക്ഷ 12:30-ക്ക് ഏതായാലും വർദ്ധിപ്പിച്ച ശിക്ഷ പറയും. മറ്റ് പ്രതികളുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഒന്നാം പ്രതി ശ്യാമിലി ചോദിച്ചതുപോലെ ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിടാനുണ്ടായ സാഹചര്യം നമ്മൾ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രതിപട്ടിക പോലീസ് തയ്യാറാക്കുമ്പോൾ ഒന്നാം പ്രതി, 2ാം പ്രതി, 3ാം പ്രതി എന്നത് പോലീസിന്റെ സൗകര്യാർത്ഥം അവർക്ക് ആദ്യം മനസ്സിലാകുന്ന ആളുകളെ അല്ലെങ്കിൽ ആദ്യം അറിയുന്ന പേരുകൾ കിട്ടുന്ന രീതിയിൽ ആ മുറയ്ക്ക് പേരുകൾ ചേർക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്ന് വിചാരിച്ച് 10ാം പ്രതിയെ ചിലപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന കേസുകളുമുണ്ട്. അതുകൊണ്ട് ഈ ഒന്നാം പ്രതി എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു അതിശയോക്തി അത് എടുത്തു പറയേണ്ടതില്ല. കാരണം കോടതികൾ തെളിവുകളാണ് പരിശോധിക്കുന്നത്. ഒന്നാം പ്രതിയായ ഹുസൈൻ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാണ് അഭിഭാഷകൻ വാദിച്ചത്. അത് അവർക്ക് തെളിയിക്കാനും സാധിച്ചു. ഹുസൈൻ ആ സമയത്ത് ഫോട്ടോഗ്രാഫ്സിലൊന്നുമില്ല. അതോടൊപ്പം തന്നെ സാക്ഷികളുടെ മൊഴികളിലോ അത്തരത്തിലൊന്നും പരാമർശിക്കാത്ത ആളെ കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എന്നാൽ മറ്റ് പ്രതികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, 2 മുതൽ ഈ 13 വരെയുള്ള പ്രതികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഈ പ്രതികൾ കുറ്റം ചെയ്തതായിട്ട് കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഫോട്ടോഗ്രാഫ്സ് അടക്കമുണ്ട്, സാക്ഷി മൊഴികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ എല്ലാവരും ഉന്നയിച്ചിരുന്നത് മധു ആസ്മ പേഷ്യൻ്റാണ്, മധുവിനെ തങ്ങൾ മർദ്ദിച്ചതുകൊണ്ടല്ല മധു കൊല്ലപ്പെട്ടത്, അസുഖം മൂലം രോഗമുണ്ടായിരുന്ന വ്യക്തിയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അത് കോടതി മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു. സാക്ഷി മൊഴികൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ പ്രതികളുടെ ഫോട്ടോഗ്രാഫുകൾ പരിശോധിച്ചു. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് 2 പ്രതികൾ, അതായത് വിചാരണ കോടതി വെറുതെ വിട്ട 2 പ്രതികളുടെ കാര്യത്തിൽ കോടതി അത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു, ഹൈക്കോടതിയും അത് ശരിവെച്ചിരിക്കുന്നു. ഏതായാലും ഇവർക്കുള്ള ശിക്ഷാവിധി 12:30-ക്കായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് ശിക്ഷ കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ അതിനുള്ള സാധ്യതയുണ്ട്. 12:30-ക്കായിരിക്കും ഡിവിഷൻ ബെഞ്ച് ശിക്ഷ വിധിക്കുക. ശരി, അപ്പോൾ
12:30-ക്കാണ് അതിലൊരു തീരുമാനമുണ്ടാവുക. ചിലപ്പോൾ അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ഉള്ളതുപോലെ നിലനിർത്താനോ ഒക്കെ അത് ശരിവെക്കാനുള്ള സാധ്യതകളാണുള്ളത്. ഷബ്നയാണ് വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.